അർജുൻ, എന്താ നീ ഇങ്ങനെ ഡെസ്പായി നിൽക്കുന്നത്? ഞാൻ വെറുതെ നമ്മളെ കുറിച്ച് ആലോചിക്കായിരുന്നു. നമ്മളെ കുറിച്ചോ? ആഹാ, കൊള്ളാലോ. എന്താ കേക്കട്ടെ, എന്താ നമ്മളെ കുറിച്ച് ആലോചിച്ചേ? അല്ല, അത് പിന്നെ ആരുമില്ലാത്ത എന്നെ പോലൊരുത്തിന് നിന്നെ കെട്ടിച്ചു തരാൻ നിന്റെ വീട്ടുകാർ തയ്യാറാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതൊക്കെ ചിന്തിക്കുമ്പോൾ എന്തോ ഒരു ഭയം. താനിങ്ങനെ ഡെസ്പാവല്ലടോ. ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ട് തന്നെയാ ഈ തീരുമാനത്തിലെത്തിയത്. അതിൽ നിന്ന് പിന്മാറാൻ എനിക്കിനി കഴിയില്ല. പിന്നെ വീട്ടുകാര്, അവരെക്കുറിച്ച് ആലോചിച്ച് നീ ടെൻഷൻ ആവണ്ട. പിന്നെ എനിക്കൊരു ഡിമാൻഡേ ഉള്ളൂ. നീ വീട്ടിൽ വന്ന് മാന്യമായി പെണ്ണ് ചോദിക്കണം. എന്നാ ഞാൻ ഓർഫനേജിൽ ചെന്ന് ഫാദറിനെ കൂട്ടി വന്നാലോ? വണ്ടി എന്താണ് ബാഗില്? ബാഗില് ബുക്കാണ് സാറേ. ബുക്ക്? കോളേജിലെ ബുക്ക്. പഠിക്കുന്ന ബുക്കാണ് സാറേ. ബാഗ് പിടിച്ചു വന്നത് എന്താണത്? പിടിക്കോടെ അതൊക്കെ കോടതി എനിക്ക് അറിയില്ല സാർ. കേറാട് പിടിച്ചാറോ വണ്ടി എടുക്കണോ? സാർ, ഞാൻ പറയുന്നത് കേൾക്ക് സാർ. സാർ, MDMA, കൊക്കൈൻ, കഞ്ചാവ് ഒന്നും ഒഴിവാക്കിയിട്ടില്ലല്ലോ മിടുക്കന്മാര്. ഇല്ല സാർ, ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. കൊറേ ആർമാച്ച നടന്നാലടാ. ഇനി കുറച്ചാലും ഇവിടെ ഇറങ്ങി ഒതുങ്ങി കഴിഞ്ഞോ, മനസ്സിലായില്ലടാ? ഇത് സൈൻ ചെയ്ത് പൊക്കോ. പിന്നെ അയാളൊരു ബ്രൈറ്റ് ആൻഡ് ബ്രില്യൻറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇതുവരെ ഒരു പരാതിക്ക് ഇടം കൊടുക്കാത്തൊരു കുട്ടിയായിരുന്നു അർജുൻ. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് നന്നായി പഠിച്ചിരുന്ന കുട്ടിയായതുകൊണ്ട് എൻജിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടി. അപ്പോൾ ഫീസും മറ്റു കാര്യങ്ങളൊക്കെ? മെറിറ്റിലായിരുന്നുകൊണ്ട് വലിയ ഫീസൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ളതെല്ലാം പള്ളി തന്നെ വഹിച്ചിരുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു? എൻജിനീയറിംഗ് കഴിഞ്ഞ ഉടനെ ജോലി കിട്ടി. അതിനുശേഷമാണ് ഇവിടുന്ന് താമസം മാറിയത്. എന്നാലും സ്ഥിരമായി വിളിക്കുമായിരുന്നു. അവസാനമായി കണ്ടപ്പോൾ അർജുൻ എന്താണ് സംസാരിച്ചത്? അന്ന് എന്നോട് അനുവിൻ്റെ വീട്ടിൽ പോകുന്ന കാര്യം സംസാരിച്ചിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പോകാനും തീരുമാനിച്ചു. പിന്നെ ഫാദറിനെ അർജുൻ കോണ്ടാക്ട് ചെയ്തിട്ടേ ഇല്ല. ഇല്ല. പിന്നീട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ അറസ്റ്റിന്റെ കാര്യം അറിയുന്നത്. അപ്പോൾ ഫാദർ അർജുനെ കാണാൻ ശ്രമിച്ചില്ലേ? ശ്രമിച്ചിരുന്നു. ഞാൻ വിയ്യൂർ ജയിലിൽ ചെന്നപ്പോൾ അർജുൻ ജാമ്യത്തിലിറങ്ങിയ കാര്യമാണ് അറിയാൻ കഴിഞ്ഞത്. അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എവിടെ പോയാലും അവൻ എന്നെ വിളിക്കും. അപ്പോൾ ശരി ഫാദർ. അനു? ശരി ഫാദർ. ഏകദേശം മാസം ഒന്നാവാറായല്ലോടോ താനീ പറഞ്ഞ പ്രതി ജാമ്യത്തിലിറങ്ങിയിട്ട്. ഒരു മാസം? എന്താടോ വേറെ വല്ല കുഴപ്പം? ഏയ്, അവൻ ആളിത്തിരി പ്രശ്നക്കാരനാ. ഈ കേസുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളുണ്ട് സാർ. അന്വേഷണം നടക്കട്ടെ. അയ്യോ അയ്യോ കിടക്ക്. അയ്യോ ഡോക്ടർ. അയ്യോ മാസ്ക് എടുത്തു. ശരി. റിലാക്സ്.
സിഡാൻ സിഡാൻ. ആ വരുൺ, ഈ കേസ് ഡിപ്പാർട്ട്മെന്റിന് വലിയ തലവേദനയായിട്ടിരിക്കുക. എത്രയും പെട്ടെന്ന് ഈ കേസ് അവസാനിപ്പിച്ചേ പറ്റൂ. സാറിനറിയാലോ, ഞാനും ഡിപ്പാർട്ട്മെന്റും ഊണും ഉറക്കവും ഇല്ലാതെ ഈ കേസിന്റെ പുറകെ തന്നെ. അതെനിക്കറിയാം. ചില കോംപ്ലിക്കേറ്റഡ് ആയ മൊഴികളാണ് ഈ കേസിന്റെ പ്രധാന തുമ്പ്. ആ സയന്റിസ്റ്റിനെ കസ്റ്റഡിയിലെടുക്കാൻ സാറിന്റെ പെർമിഷൻ എനിക്ക് ആവശ്യമുണ്ട്. ഷാലായി? യെസ്, യു പ്രൊസീഡ്. ആ, കേസ് പൂർത്തിയാക്കാൻ അത് ആവശ്യമാണെങ്കിൽ യു ക്യാൻ പ്രൊസീഡ്. അറസ്റ്റ് ചെയ്യും, പക്ഷേ മാധ്യമങ്ങൾ അറിയാൻ നോക്കണം. ഷുവർ സർ. ഡോ 3 ചായ. ഇവിടെ ഒരു ജോഫിൻ അറിയാമോ? പള്ളിമുറ്റത്തെ ജസ്റ്റി ചായന്റെ മോൻ ജോഫിനാണോ സാറേ? ആളൊരു സയന്റിസ്റ്റാണ്. അപ്പോൾ സാറ് പറഞ്ഞ ആള് തന്നെയാ. ജോഫി കുഞ്ഞ് എന്തൊക്കെയാ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ ജോഫിന്റെ അപ്പനും അമ്മയും ജസ്റ്റി ചായ മരിച്ചിട്ട് ഏകദേശം 10 വർഷത്തോളമായി. ജോഫി കുഞ്ഞിന് 2 വയസ്സായപ്പോഴാണ് സ്റ്റെല്ല ചേർത്തി മരണപ്പെട്ടത്. ജോഫി കുഞ്ഞ് അങ്ങ് അമേരിക്കയിലായിരുന്നു. ഇപ്പം നാട്ടിൽ വന്നിട്ട് കുറച്ചായുള്ളൂ. ഈ ജോഫിന്റെ കൂടെ പരിചയമില്ലാത്ത വേറെ ആരെങ്കിലും കാണാറുണ്ടോ? കുറച്ച് ദിവസം മുമ്പ് കുഞ്ഞിൻ്റെ കുറച്ച് കൂട്ടുകാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ജോഫിന്റെ കൂടെ മറ്റാരും ഇല്ല വീട്ടിൽ? ജോഫി കുഞ്ഞ് ഒറ്റയ്ക്കാണ് സാറേ. വീടും പറമ്പൊക്കെ നോക്കുന്നത് എൻ്റെ ചേട്ടായിയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറേ? ഏയ്, പ്രശ്നമൊന്നുമില്ലടോ. ഒരു വെരിഫിക്കേഷന് വേണ്ടി വന്നതാ. ആ, താൻ ചായ എടുക്ക്. ഓ സാറേ. സാറേ, ആ. ചായ. ആ. പള്ളിമുറ്റത്ത് ജോഫിൻ ജസ്റ്റിൻ. അപ്പൻ ജസ്റ്റിനും അമ്മ സ്റ്റെല്ലയും ഇന്നിപ്പോൾ ജീവിച്ചിരിപ്പില്ല. ജോഫിൻ കുറേ കാലം അമേരിക്കയിലായിരുന്നു സാറേ. അവൻ തനിച്ചല്ലടോ, അവന്റെ പുറകെ മറ്റാരൊക്കെ ഉണ്ട്. നമുക്ക് അവനെ അങ്ങോട്ട് പൊക്കിയാലോ സാറേ? എടോ, നമ്മുടെ കയ്യിലുള്ള തെളിവ് വെച്ച് അവനെ കസ്റ്റഡിയിലെടുത്താൽ അവൻ സിമ്പിളായിട്ട് കോടതിയിൽ നിന്ന് ഊരിപ്പോയി. പിന്നെ സെക്ഷൻ 41 വെച്ച് നമുക്ക് അവനെ പൊക്കാം. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് 73 CRPC നോൺ ബൈലബിൾ വാറണ്ട് ഫ്രോം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്. പിന്നെ അവനെ കൊണ്ട് നമുക്ക് പുല്ലുപോലെ പറയിപ്പിക്കാം.